ജനറൽ നഴ്സിംഗിന്റെ ഫീസ് 3 ഇരട്ടിയിലേറെ കൂട്ടാൻ നീക്കം. സ്വകാര്യ മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ ആവശ്യത്തിന് വഴങ്ങിയ സർക്കാർ ഇക്കാര്യം പരിശോധിക്കാൻ നഴ്സിംഗ് കൗൺസിലിൽ സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അടുത്ത നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ സബ് കമ്മിറ്റി മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. നിലവിൽ 22,000 രൂപ വാർഷിക ഫീസുള്ള ജനറൽ നഴ്സിംഗ് കോഴ്സിന് വാർഷിക ഫീസ് 72,000 രൂപയാക്കണമെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ ആവശ്യം. BSc നഴ്സിംഗ് ഫീസ് നിർണ്ണയിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ ആണെങ്കിൽ ജനറൽ നഴ്സിംഗിന്റെ ഫീസ് നിർണ്ണയിക്കുന്നത് സർക്കാരും നഴ്സിംഗ് കൗൺസിലും ചേർന്നാണ്. BSc നഴ്സിംഗ് ഫീസ് ഇത്തവണ വർദ്ധിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പോഴാണ് ജനറൽ നഴ്സിംഗ് ഫീസ് വർധനയ്ക്കുള്ള നീക്കം. നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ എതിർത്തിറങ്ങിയ അംഗങ്ങളുമുണ്ട്. ഇതോടെ സർക്കാർ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തി ഒരു സബ്ജക്ട് കമ്മിറ്റി രൂപീകരിച്ചു. സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്ത നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ വെച്ചേക്കും. മാനേജ്മെന്റുകളുടെ ആവശ്യമായ ഫീസ് വർധന എന്നുള്ള തരത്തിലേക്ക് സബ് കമ്മിറ്റി റിപ്പോർട്ട് ആയിട്ടുണ്ട് എന്നാണ് കൃത്യമായ സൂചന. വാർഷിക ഫീസ് ഉയർന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് 3 ലക്ഷത്തിലേറെ രൂപ കൊടുത്താകും പഠിച്ചിറങ്ങേണ്ടി വരിക. സ്വകാര്യ മേഖലയിൽ GNMന് മറ്റു കാര്യങ്ങളിൽ കൂടി ഫീസ് ഏർപ്പെടുത്തുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാകും വിദ്യാർത്ഥികൾക്ക് ചെലവാകുന്ന തുക. ഇതിൽ തീരുന്നതല്ല സർക്കാരിന്റെ സ്വകാര്യ മാനേജ്മെന്റുകളോടുള്ള സ്നേഹം. വ്യാപകമായി ജനറൽ നഴ്സിംഗ് കോഴ്സ് തുടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് നഴ്സിംഗ് കൗൺസിൽ. കണ്ടീഷണൽ അഫിലിയേഷൻ എന്നുള്ളതാണ് ഇത്തവണ സർക്കാർ നഴ്സിംഗ് കൗൺസിൽ നൽകിയ നിർദ്ദേശം. അതായത് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടത്തിയ ശേഷം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന്. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് 3 രോഗികൾ വേണമെന്നാണ് നിയമം. എന്നാൽ 20 കിടക്കകളുള്ള ആശുപത്രികളിൽ 80 സീറ്റുകൾ വരെ നൽകിയിട്ടുണ്ട് നഴ്സിംഗ് കൗൺസിൽ. ചുരുക്കത്തിൽ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഇടങ്ങളിൽ പോലും നഴ്സിംഗ് പഠനത്തിന് അനുമതി നൽകിയ സർക്കാർ പാവപ്പെട്ട കുട്ടികളെ പഠനത്തിലും വഞ്ചിക്കുകയാണ്. ഫീസ് ഇനത്തിലെ വർധന കൂടിയാകുമ്പോൾ മാനേജ്മെന്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് കൂടി വ്യക്തമാവുകയാണ്. റിപ്പോർട്ടർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.